ED അന്വേഷണം, CBI അന്വേഷണം ഒക്കെ വരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കാരണം ഏറ്റവും വലിയൊരു കുറ്റകൃത്യമാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്നത്. അതും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളുടേതാണ്. ഇപ്പോൾ നടന്ന മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പത്രക്കാരുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ അധികം തയ്യാറല്ല. അതിലേറ്റവും കണ്ടൊരു തമാശ, പത്രക്കാർ എടുത്തു ചോദിക്കുന്നു കേന്ദ്രത്തിനെതിരെ, കേന്ദ്ര ഏജൻസി വരുമോ, ED വരുമോ. അദ്ദേഹം കേന്ദ്രം അല്ലെങ്കിൽ സാധാരണ ഗോൾഡ് സ്മഗ്ലിങ്ങിലൊക്കെ കേന്ദ്രത്തിനെതിരെ പച്ച മലയാളത്തിൽ പറഞ്ഞ് അറിഞ്ഞു തുള്ളുന്ന മുഖ്യമന്ത്രി ഇന്ന് ഒരക്ഷരം മിണ്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉദ്യോഗം പറഞ്ഞ 4-5 പ്രാവശ്യം മലയാള മനോരമയ്ക്കെതിരെ അദ്ദേഹം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. മനോരമ വായിക്കുന്നില്ലേ, മനോരമ കാണുന്നില്ലേ. ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു പ്രോസിക്യൂഷൻ കേസ് വരുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. ഇന്ത്യയിൽ പോലും, ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉണ്ടോ, മകനോ മകൾക്കെതിരെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, EMS മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, EK നയനാർ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ഇടതുപക്ഷത്ത്. ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു പ്രോസിക്യൂഷൻ കേസ്. എന്തിനാണ്? മാസപ്പടി. നോക്കൂ, ഈ മാസപ്പടി കിട്ടുക എന്ന് പറഞ്ഞത് കേരളത്തിലെ പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ്. മാസപ്പടി എന്ന് പറയുന്നതിനേക്കാളും അനുയോജ്യമായ വാക്ക് ഞാൻ കാണുന്നത് നോക്കുകൂലി എന്നാണ്. കാരണം നോക്കുകൂലിക്ക് ജോലിയില്ലല്ലോ. ഇവിടെ ഒരു ജോലി ചെയ്യാതെ CMRL എന്ന് പറഞ്ഞ കൊച്ചിയിലെ കരിമണൽ കമ്പനി എല്ലാ മാസവും SFI അന്വേഷിച്ചപ്പോൾ മാസം തോറും 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ഇങ്ങനെ ഈ എക്സോളജിക്കൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. SFI വീണ്ടും വീണ്ടും അന്വേഷണ ഏജൻസി ചോദിച്ചു, എന്തിനാണ് ഈ പണം കൊടുത്തത്? പറയാൻ CMRL തയ്യാറല്ല. എന്തിനാണ് വാങ്ങിയത്? വാങ്ങിയ എക്സോളജിക്കലും മറുപടിയില്ല. അപ്പോൾ ഇത് അന്വേഷണം പൂർത്തിയാക്കിയപ്പോഴാണ് അതിൻ്റെ ഭാഗമായി ചാർജ് കൊടുത്തത്. അതിന് ഇത്ര വെപ്രാളം എന്തിനാ? എന്ത് ചോദ്യം ചോദിച്ചാലും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന ഒരു പാർട്ടി, കേരളത്തിലെ പാർട്ടിയുടെ CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കുമ്പോൾ പറയുന്നത് കമ്പനിക്ക് പരാതിയില്ല, കൊടുത്തവർക്കും വാങ്ങിയവർക്കും പരാതിയില്ല, കൊടുത്തവരും വാങ്ങുന്നവരും പരാതി കൊടുക്കേണ്ട കാര്യമില്ല. സാമ്പത്തിക ഇടപാടുകൾ നടന്നാൽ ഇവിടെ അഴിമതി നടന്നു എന്ന് പറഞ്ഞാൽ അന്വേഷിക്കാൻ അന്വേഷണ ഏജൻസികളുണ്ട്. അതിനാണ് അന്വേഷണ ഏജൻസികൾ. അദ്ദേഹം എപ്പോഴും പറഞ്ഞ ചില അദ്ദേഹത്തിന്റെ ക്യാപ്സ്യൂളുണ്ട്. പിന്നെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഇതൊരു ഉണ്ടയില്ല വെടി എന്നാണ് പറഞ്ഞത്. ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞത് ഉണ്ടയില്ല വെടി എന്നാണ്. ഈ വെടി പൊട്ടിയില്ലേ? മധുരയിൽ പാർട്ടി സമ്മേളനം, സഹകരണ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ ആ സമ്മേളനത്തിന്റെ പകുതിയിൽ വെച്ച് ഇവിടെ ആ വെടി പൊട്ടി. അദ്ദേഹം പറഞ്ഞത് വെടി ഉണ്ടയില്ല വെടി എന്നാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ആദ്യത്തെ ചോദിച്ചത് ഇവിടെ ED അന്വേഷണം. ഞാൻ വ്യക്തമായി പറയുന്നു, ഇത് ശരിയായ ദിക്കിലേക്കാണ് ഈ അന്വേഷണം പോകുന്നതെങ്കിൽ EDയും വരും, CBIയും വരും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഒരു നെക്സസ് ഉണ്ട്. അറിയാമല്ലോ, അന്തർധാര. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള നെക്സസ്. അത് കാലാകാലങ്ങളായി ഓരോ വിഷയം ഇങ്ങനെ പൊട്ടിക്കൊണ്ടുവരും. അവസാനം ആ അന്വേഷണം അങ്ങ് ആവിയായി പോകും. കേരളത്തിൽ നടക്കുന്ന ഓരോ ഉപതെരഞ്ഞെടുപ്പുണ്ട്. ഓരോ ഉപതെരഞ്ഞെടുപ്പിലും ഇങ്ങനെ ഓരോ അന്വേഷണം വരും. ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ പിന്നെ കാണത്തില്ല. ഇപ്പോൾ ഇതാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. അതുവരെ ചിലപ്പോൾ ഈ അന്വേഷണവും കാര്യങ്ങളും ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ കാരണം നമുക്കറിയാലോ ഇവിടെ നടന്ന കരുവന്നൂർ കേസെല്ലാം, അതുപോലെ നമുക്ക് തന്നെ കുഴൽപ്പണ കേസ്, അതേപോലെ നമുക്കറിയാം ലാവ്ലിൻ കേസ്. ഇതൊക്കെ ഒരു അന്തർധാരയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, CMRLനെ കുറിച്ച് കേരളത്തിൽ പുകഴ്ത്തി എഴുതിയ ഒരു പത്രമുണ്ട്. ഏത് പത്രം എന്നറിയണ്ടേ? ജന്മഭൂമിയാണ്. ജന്മഭൂമി മാത്രമാണ് CMRLനെ കുറിച്ച് പുകഴ്ത്തി എഴുതിയത്. അപ്പോൾ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പത്രക്കാർ ഇങ്ങനെ നിരന്തരം ചോദിക്കുകയാണ്, അങ്ങയുടെ മകളുടെ കേസ് അന്വേഷിക്കാൻ ED വരുമോ? കേന്ദ്ര ഏജൻസികൾ തയ്യാറായിരിക്കുന്നു. അദ്ദേഹം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാധാരണ എല്ലാത്തിനും മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്രത്തിന്റെ ഏജൻസികളെ കുറിച്ചും കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചും ഒരു അക്ഷരം മിണ്ടുന്നില്ല. കാരണം എന്താ? നമ്മൾ കണ്ടതില്ലേ കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പ് ഡൽഹിയിലെ കേരള ഹൗസിൽ കേരളത്തിലെ അദ്ദേഹത്തിന് ഇഡ്ഡലി സാമ്പാർ കൊടുത്തൊരു സർക്കാർ നടത്തിയ ആരാ? കേരളത്തിലെ ഗവർണർ.
ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ ഗവർണർ മുഖ്യമന്ത്രിയെ കാണാൻ കേരള ഹൗസിൽ പോകുന്നത്? അത് മാത്രമല്ല ചീഫ് ഗസ്റ്റ് ആരാ? ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവിടെ ഒരു നെക്സസ്. നമ്മുടെ രാജ്യത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി, കേരളത്തിലെ ഗവർണർ, മുഖ്യമന്ത്രി കേരള ഹൗസിൽ ചായ പിടിച്ചു. ഇതിന്റെയൊക്കെ ഒരു ഉറവിടം, ഇതിന്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന CPM BJP അന്തർധാരയാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ശരിയാ, ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഈ മുഴുവൻ മാസപ്പടി കിട്ടിയ, അല്ലെങ്കിൽ എന്റെ ഭാഷ പറയാൻ നോക്കൂലി കിട്ടിയത് പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ്. അത് പിണറായി വിജയന്റെ ബിനാമിയാണ് മകൾ എന്നുള്ള സംശയമില്ല. ഞാൻ അഡ്വക്കേറ്റ് മഞ്ചവിളാൻ ചെയ്യുന്നു, എനിക്കൊരു ആരും കമ്പനി മാസപ്പടി തരുന്നില്ല. ആദ്യത്തിന് തരുമോ മാസപ്പടി? ഈ നമ്മുടെ ഇരിക്കുന്ന പാനൽ മെമ്പേഴ്സ് തരുമോ മാസപ്പടി? ഇല്ല. അത് പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ്. അത് അന്വേഷിക്കണ്ടേ? പക്ഷെ അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസി തയ്യാറാകണം. അത് എവിടം വരെ പോകുമെന്നുള്ളത് നമുക്ക് വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണാം.